ത്തിലെ ചരിത്രകാരന്മാർ പല കാര്യങ്ങൾ ഡച്ച് കാലത്തെക്കുറിച്ചും ഫ്രഞ്ച് പോർച്ചുഗീസ് കാലത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അടിമക്കച്ചവടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് എഴുതിയിട്ടില്ല. ഇവിടുത്തെ സുറിയാനി ക്രൈസ്തവ പള്ളികൾ 6 ദിവസം അടിമക്കച്ചവടത്തിനും 7-ാം ദിവസം ആരാധനയ്ക്കായിട്ടും തുറന്നു കൊടുത്ത ചരിത്രമുണ്ട്. മുളന്തുരുത്തി പള്ളിയൊക്കെ അടിമക്കച്ചവടത്തിൻ്റെ വിഹാര കേന്ദ്രമായിരുന്നു. തീർച്ചയായിട്ടും ബൈബിൾ ഇതിനെ പിന്താങ്ങുന്നില്ല. യേശുക്രിസ്തുവോ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവതയോ ഇതിനെ അനുകൂലിക്കുന്നില്ല. ക്രിസ്ത്യാനിറ്റിയുടെ പരമപ്രധാനമായിട്ടുള്ള കോറായിട്ടുള്ള ആശയം ഇതിനെതിരാണ്. ഒരു കാലത്തും ക്രൈസ്തവതയ്ക്ക് ഇതിനെ അനുകൂലിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ ഇതിൻ്റെ മൊത്ത കച്ചവടക്കാരായിരുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ചെറിയൊരു സന്തോഷം തോന്നി. ഇവരാണ് ഈ പരിപാടികളൊക്കെ ചെയ്തതെന്ന് സന്തോഷം തോന്നി. ചിലപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഏജൻറ്റുമാരായിരുന്നു, ഈ അടിമക്കച്ചവടത്തിൻ്റെ ഏജൻറ്റുമാരായിരുന്നു. ഇതിന് അവസാനം കുറിച്ചത് വിദേശത്ത് നിന്ന് വന്ന ക്രൈസ്തവ മിഷണറിമാരാണ്.